ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുമിത്ര മകളെ കണ്ടെത്തിയിരിക്കുകയാണ്. നാളുകളായിട്ട് തൻ്റെ മക്കൾ എവിടെ എന്ന് അന്വേഷിച്ച് നടന്ന നമ്മുടെ സുമിത്ര അവസാനം ശീതളിനെ കണ്ടെത്തുന്നു. തൻ്റെ പേരക്കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് തൻ്റെ മകളുമായി സുമിത്ര കണ്ടുമുട്ടുന്നത്. മകളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. അമ്മയെ കണ്ടപ്പോഴേക്കും എന്തൊക്കെയോ ഒരു സന്തോഷമാണോ സങ്കടമാണോ, അതുപോലെ തൻ്റെ ജീവിത കഥയെല്ലാം അമ്മ അറിയുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു വിങ്ങലും വേദനയും ഒക്കെയായി നമ്മുടെ ശീതള് ഇങ്ങനെ അമ്മയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. അതിനെല്ലാം അപ്പുറം തൻ്റെ അമ്മയെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മോള് അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് എത്തി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീട്ടിൽ ചെന്ന സമയത്താണ് പൂജയെയും കൊണ്ട് പങ്കജ് വരുന്നത്. അങ്ങനെ പങ്കജും പൂജയും വീട്ടിൽ വന്ന് പൂജ വീടിനകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് എന്തോ വശപ്പശകുണ്ട് എന്നും അതൊന്ന് കണ്ടുപിടിക്കണമെന്നും പങ്കജിന് തോന്നി. പങ്കജ് എന്നിട്ട് എന്ത് ചെയ്തു, വണ്ടി പുറത്തിട്ടിട്ട് പതുക്കെ വീട്ടിൽ കയറി വന്ന് കഥകളെല്ലാം കാണാം, എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ആശാൻ പതുക്കെ വണ്ടി കൊണ്ടുവന്ന് ആരും കാണാതെ പുറത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. എന്നിട്ട് പതുക്കെ വീടിനകത്തേക്ക് കയറി വന്നു. അതായത് വീടിൻ്റെ ആ ഒരു ഇതിലേക്ക് കയറി വന്നിട്ട് ഒരു ജനാലയിലൂടെ ഇവരെന്താണ് പറയുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നിന്നിങ്ങനെ കാണാനായിട്ട് അങ്ങനെ വന്ന് നിൽക്കുക. ഈ സമയത്ത് ഈ ശീതളിനെ കണ്ട സന്തോഷത്തിൽ പൂജ വേഗം ചേച്ചിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ആ ഒരു സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പങ്കജ് കാണുവാണേ. അങ്ങനെ ഇവരെല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൂജ ഇങ്ങനെ സുമിത്രയും പൂജയും കൂടെ ഇങ്ങനെ ശീതളിൻ്റെ ആ ഒരു വിശേഷമൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അമ്മ കണ്ണ് തുറന്ന് അന്നു മുതൽ ഇന്ന് വരെ ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ മക്കൾ എവിടെ എന്നുള്ളത്. ആ മക്കളെ കണ്ടുപിടിക്കാനായിട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചേച്ചി, ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഒരു ദിവസം ഇങ്ങനെ സച്ചിൻ ചേട്ടനെ കണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ സച്ചിൻ ചേട്ടൻ ഞങ്ങളെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോഴും എന്തൊക്കെയോ മറയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ ശീതൾ സംസാരിച്ചത്. ശീതളിൻ്റെ മട്ടും മാതിരിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ശീതളിന് എന്തോ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്നും എന്തോ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ശീതൾ കടന്നു പോകുന്നത് എന്നുള്ളതും ഉറപ്പാണ്. പക്ഷെ അത് സ്വന്തം അമ്മയോട് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ സുമിത്രയുടെ മുന്നിൽ മറച്ചു വെച്ചുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ അവിടെ നിന്ന് ഈ ശീതൾ സംസാരിക്കുകയും ഓരോന്ന് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ പൂജ സംസാരിക്കുക. അപ്പോഴേക്ക് ഇവരെല്ലാവരും ഒന്നിച്ചതും അതുപോലെ തന്നെ മക്കൾ ഒന്നിച്ചതും ഓരോരുത്തരായിട്ട് സുമിത്രയ്ക്ക് അരികിലേക്ക് വരുന്നതും ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം ഈ പങ്കജ് പുറത്തു നിന്ന് കണ്ട് ഞെട്ടി നിൽക്കുക. കാരണം പങ്കജിന് അറിയാം സുമിത്രയ്ക്കൊപ്പം സുമിത്രയുടെ മക്കളും കൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താകും, ഇവരാകെ തീർന്നു പോകും എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു പകച്ചു നിൽപ്പിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഈ പറയുന്ന പങ്കജ്. ഈ സമയത്ത് നമ്മുടെ സുമിത്രയാണെങ്കിൽ എത്രത്തോളം അമ്മ ആഗ്രഹിച്ചെന്നറിയാവോ എൻ്റെ മക്കളെ കാണാനായിട്ട്. എൻ്റെ മോളുടെ അഡ്രസ്സ് എവിടെയാണ്, അഡ്രസ്സ് എന്താ, അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത്, ഇതൊക്കെ പറ, അമ്മ കൊണ്ടാക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് അമ്മ വരാം എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയുമ്പോഴേക്കും അമ്മ എന്തിനാ അമ്മ ഇപ്പം അഡ്രസ്സൊക്കെ അന്വേഷിക്കുന്നതെന്ന് ശീതൾ ചോദിച്ചു. അപ്പോൾ പൂജ ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്, അമ്മയ്ക്ക് അഡ്രസ്സ് കൊടുത്താലല്ലേ ഞങ്ങൾക്ക് വരാൻ കഴിയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അഡ്രസ്സൊക്കെ എന്തിനാ മോളെ, അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അമ്മ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് അമ്മയെ കണ്ടോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെന്താ ചേച്ചി അങ്ങനെ, അതെന്താ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നത് എന്താ, സച്ചിൻ ചേട്ടൻ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു പൂജ. അയ്യോ അതുകൊണ്ടൊന്നുമല്ല, അമ്മ വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാ മോളെ, എൻ്റെ മക്കളെ കാണാതിരിക്കുന്നതല്ലേ അമ്മയ്ക്ക് ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് അവിടെ വന്ന് സച്ചിനെയും സച്ചിൻ്റെ അമ്മയൊക്കെ ഒന്ന് കാണണ്ടേ, എത്ര കാലമായി കണ്ടിട്ടെന്നൊക്കെ പറയുമ്പോഴും ശീതൾ എന്തൊക്കെയോ മറയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ എന്തോ ഒരു വലിയ ദുരന്തം ഉണ്ട്, അത് 100% ഉറപ്പായ കാര്യമാണ്. അങ്ങനെ അമ്മയ്ക്ക് നമ്പർ കൊടുക്കാം, പക്ഷേ അമ്മയ്ക്ക് അഡ്രസ്സ് കൊടുക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുക ശീതളെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഏകദേശ സംസാര സാഹചര്യങ്ങളൊക്കെ കണ്ടും കേട്ടും പങ്കജ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ന്യൂസ് പെട്ടെന്ന് തന്നെ അമ്മയെ അറിയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പങ്കജ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള ഈ സംസാരവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ മോളിങ്ങനെ ഒരു രീതിയിലും അമ്മയ്ക്ക് അഡ്രസ്സ് കൊടുക്കാൻ തയ്യാറാകാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സുമിത്ര ഇങ്ങനെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക, മോളെ അഡ്രസ്സ് താന്ന്. ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ കൊഞ്ചിച്ചു, കുറച്ച് നേരം ഇങ്ങനെ അമ്മയ്ക്കൊപ്പം ഇരുന്നു. അപ്പോൾ ഇനിയും താമസിച്ചാൽ ശരിയാവില്ല അമ്മേ, ഞാനെന്നാ പോയിട്ട് വേറൊരു ദിവസം വരാം എന്നും പറഞ്ഞുകൊണ്ട് ശീതൾ പോകുക. അപ്പം അങ്ങനെ ശീതൾ പോയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തു. അപ്പം മോളമ്മയ്ക്ക് അഡ്രസ്സ് തരില്ലല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ മോൾ അഡ്രസ്സ് തരാതിരുന്നാലും അമ്മ അത് കണ്ടുപിടിക്കും, അത് 100% ഉറപ്പല്ലേ. അങ്ങനെ നമ്മുടെ സുമിത്ര
മകളെ അവിടെ നിന്ന് യാത്രയാക്കി, കൊച്ചുമോൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ പൂജയും സുമിത്രയും ഇങ്ങനെ ശീതളിനെ യാത്രയാക്കാനായിട്ട് ചെന്നപ്പോഴേക്കും വേണ്ടമ്മ ഞാൻ ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ശീതൾ അതിനും സമ്മതിച്ചില്ല. ശീതൾ തനിച്ചങ്ങ് പോയി. അപ്പോൾ ആ ഒരു സാഹചര്യം അവിടെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ ദേ നമ്മുടെ പൂജയും സുമിത്രയും കൂടി അവിടെ നിന്ന് ശീതളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. എന്തൊക്കെയോ കാര്യങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോളെ എന്ന് പറഞ്ഞു. ശീതൾ നമ്മളുടെ മുന്നിൽ ചിരിച്ച് അഭിനയിച്ച് നിൽക്കുകയായിരുന്നെന്നും അവളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്നും ആ സങ്കടങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നും സുമിത്ര പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതെ അമ്മേ എനിക്കും അത് തോന്നി, ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ശീതളേച്ചി എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ എനിക്കും തോന്നിയത്. ആ രീതിയിലായിരുന്നു ശീതളേച്ചിയുടെ സംസാരം. എന്തായിരിക്കാമേ ശീതളേച്ചിയുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താണെങ്കിലും അത് നമുക്ക് കണ്ടുപിടിച്ചല്ലേ മോളെ പറ്റൂ, അത് നമുക്ക് കണ്ടുപിടിക്കാം. ശീതൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ, അത് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് സുമിത്ര പൂജയോട് പറയുന്നു. അങ്ങനെ സുമിത്രയ്ക്ക് ഇനി അടുത്ത ലക്ഷ്യം ബാക്കി 2 ആൺമക്കളെ കണ്ടുപിടിക്കുന്നതിനേക്കാളും ശീതളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്നുള്ളതാണ്. പക്ഷേ ശീതളിൻ്റെ അവസ്ഥ അറിഞ്ഞു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുമിത്ര ഞെട്ടിപ്പോകും. കാരണം ശീതളിനിപ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് താമസം. ശീതളിൻ്റെ ഭാവി നശിച്ചു, ഒരു കുഞ്ഞായി. അതുപോലെ തന്നെ സച്ചിൻ്റെ അമ്മ, അതുപോലെ സച്ചിൻ, ഇവരാരും ഇപ്പോൾ ശീതളിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ശീതളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഒറ്റപ്പെട്ട ഒരു ജീവിതം. ഇപ്പോൾ സച്ചിൻ ആ പഴയ സ്നേഹമോ കരുതലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവന് തോന്നുന്ന വഴി എന്നുള്ള രീതിയിലാണ് അവൻ്റെ ജീവിതം. അങ്ങനെ ശീതളിൻ്റെ ഇപ്പോഴത്തെ ജീവിതം അറിയുന്ന നമ്മുടെ സുമിത്ര ഞെട്ടി വിറച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ താൻ പൊന്നുപോലെ വളർത്തിയ തൻ്റെ മോളുടെ ജീവിതം ഒന്നുമല്ലാതെ വെറും വേസ്റ്റായി പോയല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമൊക്കെ ഇങ്ങനെ വരാനുള്ള ഒരു ഇത് നിൽക്കുമ്പോൾ നമ്മുടെ പങ്കജ് വേഗം തന്നെ വീട്ടിലേക്ക് ചെന്ന് അമ്മയുമായിട്ട് സംസാരിക്കുക. അമ്മേ ഇന്നൊരു വലിയ സംഭവം നടന്നു എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുന്നത്. അപ്പോൾ വലിയ സംഭവം നടക്കുക എന്ത്, നീ എന്തൊക്കെയാ പങ്കജ ഈ പറയുന്നത്? പൂജ എവിടെ? അവളെ നീ കൊണ്ടാക്കിയോ? അവളെ കൊണ്ടാക്കാൻ പോയതുകൊണ്ടാണമ്മേ ഞാനിപ്പോൾ ഇത് അറിഞ്ഞതെന്ന് പറയുമ്പോൾ എന്താടാ മോനെ കാര്യം, നീ പറ, നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ പറയുന്നെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അച്ഛനും ചോദിച്ചു പറ മോനെ എന്താടാ കാര്യമെന്ന്. അമ്മേ ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? സുമിത്രയുടെ വീട്ടിൽ അവളെ പൂജയെ കൊണ്ടാക്കാൻ ചെന്നപ്പോൾ സുമിത്രയുടെ മകള് ആ ശീതൾ എന്ന് പറയുന്ന ചേച്ചിയുണ്ടല്ലോ, ആ പുള്ളിക്കാരി വന്ന് സുമിത്രയുടെ വീട്ടിൽ നിൽക്കുന്നു. അങ്ങനെ അമ്മയും മക്കളൊക്കെ ഒന്നായി അവരുടേതായ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൂജയെ കൊണ്ടാക്കാനായിട്ട് അവിടെ ചെന്നതാണ്. ഈ സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നി. ആ ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പം വണ്ടി ഞാൻ പുറത്തിട്ടിട്ട് അവരുടെ വീടിനകത്ത് കയറി ചെന്ന് അവിടെ മറഞ്ഞു നിന്ന് കണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ സുമിത്രയും മക്കളും എല്ലാം തല്ലിപ്പിരിഞ്ഞു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നടന്നതെന്നും ഇനി സുമിത്രയും മക്കളും ഒന്നിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം വളരെ മോശമാകും, അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക രഞ്ജിത. അപ്പോൾ ഇതിനെന്താണ് ഇനി ഒരു പോംവഴി എന്നിങ്ങനെ ചോദിച്ചപ്പം എത്രയും പെട്ടെന്ന് ദീപുവിനെ കാണണമെന്നും ദീപുവിനെ ആ ഒരു പരമശിവം എന്ന് പറയുന്ന അയാളും തമ്മിലുള്ള ആ ഒരിത് അതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് ഈ ദീപുവിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയാൽ മാത്രമേ ഇനി നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം പറയുവാണ്. അല്ല അതിന് നമ്മളിനി എന്ത് ചെയ്യും രഞ്ജിതയെന്ന് ചോദിച്ചപ്പം പൊന്നു മനുഷ്യ നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കെട്ടിയവനോട്. ആ സമയത്ത് അമ്മയും മോനും കൂടെ പിന്നെ ചർച്ചയാണ് എന്ത് ചെയ്യും എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യും എന്നുള്ളത്. അവരെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ സുമിത്രയ്ക്ക് 10 മടങ്ങ് ശക്തിയാകുമെന്നും പിന്നീട് സത്യങ്ങൾ തെളിയിക്കാൻ സുമിത്രയ്ക്ക് ഒരു പാടുണ്ടാകില്ലെന്നും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സുമിത്രയും മക്കളും ഒരുമിക്കുന്നത് തടയണമെന്നുമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഇവർ തമ്മിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പങ്കജും പറഞ്ഞു അതെ അമ്മ അത് തന്നെ വേണമെന്ന്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അയാളെ വിളിച്ചു, പരമശിവത്തിനെ വിളിച്ചു. അയാളുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദീപുവിനെയാണ്. ദീപു ഇങ്ങനെ ഒരു പാലത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദീപു ആരെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചുമ്മാ നിന്ന ദീപുവിൻ്റെ മുഖത്ത് ആ ഒരു ഭയം അതിങ്ങനെ പൊട്ടിവിടർന്നു. കാരണം എന്തൊക്കെയോ വലിയ ദുരൂഹതകൾ ഇയാളും ഈ ദീപുവും തമ്മിലുണ്ടെന്ന് ആ ഒരു ഞെട്ടലിൽ വ്യക്തമാവും. അങ്ങനെ ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് വിറച്ച് ദീപു ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ഇയാൾ വന്നിട്ട് ദീപുവിനോട് ചോദിച്ചു. അല്ല എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും കാണേണ്ട കാര്യം വന്നാൽ പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ദീപുവിനോട് ഇയാൾ ചോദിക്കാം. എന്നിട്ട് നമ്മൾ തമ്മിലുള്ള വാക്കുകളൊക്കെ പലതും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാനെന്ത് വാക്ക് തെറ്റിച്ചെന്നായി പറയുന്നതെന്ന് ചോദിച്ച് ഇയാളോട് നമ്മുടെ ദീപു. അപ്പം ഇവർ തമ്മിലുള്ള ആ ഒരു സീക്രട്ടും അതുപോലെ തന്നെ ഗൂഢാലോചനകളും ആ ഒരു ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കാനായിട്ടുള്ള ആ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുക.
അപ്പം ഈ സമയത്ത് നമ്മുടെ സുമിത്ര ഇരുന്ന് ആലോചന അങ്ങ് തുടങ്ങി. എന്തായിരിക്കും തൻ്റെ മകളുടെ അവസ്ഥ, അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അത് എത്ര വലിയ അവസ്ഥയാണെങ്കിലും അതിൽ നിന്ന് മോളെ രക്ഷിച്ചെടുക്കണം. തൻ്റെ മോൾക്ക് താൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലായതോടുകൂടി ഇനി അതിൽ നിന്നും ശീതളിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് സുമിത്രയുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ സുമിത്ര അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനും കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.